പീരീഡ് സമയത്ത് വരുന്ന വേദന സഹിക്കാനുള്ളതാണെന്നാണോ വിചാരം? പീരീഡ് സമയത്ത് വരുന്ന വേദനയെ നമുക്ക് ഡിസ്മെനോറിയ എന്ന് വിളിക്കാം. ഡിസ്മെനോറിയ പ്രധാനമായിട്ടും 2 തരത്തിലാണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി എന്നത് അഡോളസന്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ കാണാൻ കഴിയുക. സാധാരണ പീരീഡ്സ് ആവുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഈ വേദന തുടങ്ങുകയും ഒരു 12 to 24 അവേഴ്സിനുള്ളിൽ ഈ വേദനയുടെ ഇൻറ്റൻസിറ്റി കുറയുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞാവുന്നതിലൂടെ ഈ വേദന പൂർണ്ണമായും സബ്സൈഡ് ചെയ്യുകയും ചെയ്യും. എന്നാൽ സെക്കൻഡറി ഡിസ്മെനോറിയ അങ്ങനെയല്ല. സെക്കൻഡറി ഡിസ്മെനോറിയയ്ക്ക് പിന്നിൽ ഒരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ട്. ആ റീസൺ മേ ബി ഫൈബ്രോയിഡ് ആയിരിക്കാം, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, പെൽവിക് ഇൻഫെക്ഷൻസ് പോലുള്ള എന്തെങ്കിലും ഒരു അസുഖമായിരിക്കാം. 25 മുതൽ 30 വയസ്സിന് ശേഷമുള്ളവരിലാണ് ഈ വേദന കൂടുതലായി കണ്ടുവരുന്നത്. പീരീഡ്സ് ആവുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ ഈ വേദന തുടങ്ങുകയും പീരീഡ്സ് ആകും തോറും ഇതിന്റെ വേദനയുടെ ഇന്റൻസിറ്റി കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിസ്മെനോറിയ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ളത് ഇപ്പോൾ തന്നെ വിലയിരുത്തുക. പ്രൈമറി ആണെങ്കിൽ അതിന് ചികിത്സയുടെ ആവശ്യമില്ല. എന്നാൽ സെക്കൻഡറി ആണെങ്കിൽ തീർച്ചയായും ഒരു ചികിത്സ അവിടെ അത്യാവശ്യമാണ്. അതും വേദനയ്ക്കല്ല, മറിച്ച് അതിനുള്ള റീസൺ ആണ് നമ്മൾ ചികിത്സിക്കേണ്ടത്.